നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എൻജിനീയറിംഗ് കഴിഞ്ഞ് ഒരു ജോലി അന്വേഷിക്കുന്നവർക്ക് ഏറ്റവും മികച്ച ഒരു അപ്രൻറ്റിസ്ഷിപ്പ് ഓപ്ഷനാണ്. അതായത് എൻജിനീയറിംഗ് കഴിഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ സ്വപ്ന തുല്യമായ അപ്രൻറ്റിസ്ഷിപ്പുകളിൽ ഒന്നാണ് പെട്രോളിയം കമ്പനികളിൽ കിട്ടാവുന്ന അപ്രൻറ്റിസ്ഷിപ്പ്. അപ്പോൾ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് അല്ലെങ്കിൽ HPCL ഓഫർ ചെയ്യുന്ന ഒരു മികച്ച അപ്രൻറ്റിസ്ഷിപ്പ് ഓപ്ഷനാണ്. ഈ അപ്രൻറ്റിസ്ഷിപ്പ് ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് നല്ല ഒരു സ്റ്റാർട്ടിംഗ് പേ ഔട്ടോടുകൂടി HPCLൽ ജോലിയിൽ പ്രവേശിക്കാനുള്ളൊരു അവസരമുണ്ട്. അതിനോടൊപ്പം തന്നെ ഭാവിയിൽ നല്ല ഒരു കരിയർ ഓപ്ഷൻ വളർത്തിയെടുക്കുവാനുള്ള ഒരു അവസരവും ഇതിലൂടെ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും. അപ്പോൾ ഈ അവസരങ്ങളെക്കുറിച്ചെല്ലാം, ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് എന്നാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റൈഫൻഡ് എത്ര ലഭിക്കും, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയുക. അതുകൊണ്ട് വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഇത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റിനുള്ളിൽ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് ശ്രമിക്കുക. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം കമ്പനികളിൽ ഒന്നാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ HPCL. അവരാണ് ഈ അപ്രൻറ്റിസ്ഷിപ്പ് ഓപ്ഷൻ നൽകുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകമായി എടുത്തു പറയാനുള്ളത് HPCLൻ്റെ പല സ്ഥലങ്ങളിലുള്ള പല ലൊക്കേഷനുകളിലായി ഈ അപ്രൻറ്റിസ്ഷിപ്പ് അവസരം നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ ഇത് ഒരു വർഷത്തെ അപ്രൻറ്റിസ്ഷിപ്പ് ഓപ്ഷനാണ്. ഒരു വർഷമാണ് നിങ്ങൾക്ക് ഈ അപ്രൻറ്റിസ്ഷിപ്പ് ലഭിക്കുക. അത്രയും കാലയളവിനുള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു പഠനവും ലഭിക്കും, പെട്രോളിയം മേഖലയെക്കുറിച്ചൊക്കെ നന്നായി മനസ്സിലാക്കാനുള്ളൊരു അവസരവും ലഭിക്കും. അതിനോടൊപ്പം തന്നെ നല്ലൊരു സ്റ്റൈഫൻഡോട് കൂടി നിങ്ങളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണിത്. അപ്പോൾ ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്ന് ചോദിച്ചാൽ 2022 ഏപ്രിൽ മാസത്തിന് ശേഷം, അതായത് 2022 ഏപ്രിൽ 1 അതിനുശേഷം BTech അല്ലെങ്കിൽ BE എഞ്ചിനീയറിംഗ് ബിരുദം നേടിയവർക്ക് അപേക്ഷിക്കാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. ഇതിൻ്റെ എലിജിബിലിറ്റി, പെർസെൻറ്റേജ് മാർക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽസ് എല്ലാം HPCLൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതെല്ലാം ക്ലിയർ ആയിട്ട് നോക്കി മനസ്സിലാക്കിയ ശേഷം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഏജ് ലിമിറ്റ് 18 വയസ്സിനും 25 വയസ്സിനും ഇടയ്ക്കാണ് ഈ അപ്രൻറ്റിസ്ഷിപ്പ് ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ 2022 ഏപ്രിൽ 1 നിങ്ങൾ BTech കഴിഞ്ഞെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിപ്പോൾ 2025 ആയി. അപ്പോൾ കഴിഞ്ഞ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആണെങ്കിൽ പോലും 2022 മുതൽ ഇങ്ങോട്ട് BTech പാസ്സായവർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും. 18നും 25നും വയസ്സിനിടയ്ക്ക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ 25 വയസ്സ് ക്രോസ് ചെയ്യാത്ത BTech 2022 ഏപ്രിൽ 1 കഴിഞ്ഞവർക്ക് മുതൽ എല്ലാവർക്കും, കഴിഞ്ഞ ബാച്ച് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്നുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ 18ഉം 25 ഏജ് എന്ന് പറഞ്ഞതിനകത്ത് SC/ST വിഭാഗങ്ങൾക്ക് അവരുടെ സർക്കാർ അംഗീകൃത ആനുകൂല്യങ്ങൾ ഏജ് റിലാക്സേഷനിൽ ലഭിക്കുമെന്നുള്ള കാര്യവും പ്രത്യേകം ഒന്ന് ഓർക്കുക. ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ഒരു വർഷത്തെ പ്രോഗ്രാമാണെന്ന് പറഞ്ഞു. ഒരു വർഷം ദൈർഘ്യമുള്ള അപ്രൻറ്റിസ്ഷിപ്പ് പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് സ്റ്റൈഫൻഡായിട്ട് ലഭിക്കുക 25,000 രൂപയായിരിക്കും. അപ്പോൾ പെർ മന്ത് 25,000 റുപ്പീസ് നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് കിട്ടുന്ന ഒരു നല്ല ഓപ്പർച്യൂണിറ്റി കൂടിയാണ് എന്നുള്ള കാര്യവും ഒന്ന് മനസ്സിലാക്കാം. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. HPCL കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ സെലക്ഷൻ. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ ഒരു അപ്രൻറ്റിസ്ഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, HPCLൻ്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പെട്രോളിയം കമ്പനിയുടെ ഒരു അപ്രൻറ്റിസ്ഷിപ്പ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തവർക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ ഫ്രഷറായിട്ടൊരു അപ്രൻറ്റിസ്ഷിപ്പിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആണ് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഇനി അപ്ലൈ ചെയ്യുന്നതിന് ഈ നാഷണൽ അപ്രൻറ്റിസ്ഷിപ്പ് പോർട്ടലുണ്ട്, NATS എന്ന് പറയുന്ന നാഷണൽ അപ്രൻറ്റിസ്ഷിപ്പ് പോർട്ടലുണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ പൂരിപ്പിക്കാൻ. അപ്പോൾ ഇതിനു വേണ്ടി ആപ്ലിക്കേഷൻ എങ്ങനെ പൂരിപ്പിക്കാം, ഇവരുടെ വെബ്സൈറ്റ് ഡീറ്റെയിൽസ്, ഓൺലൈനായിട്ടുള്ള അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി അതിൽ കൂടി ഈ ഇവരുടെ ക്രൈറ്റീരിയ, HPCL മുന്നോട്ട് വെക്കുന്ന ക്രൈറ്റീരിയ എല്ലാം ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാൻ. January 13 ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. അപ്പം January 13 ഇത് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നൊരു ശ്രമം ഉണ്ടാകട്ടെ. ഇത് മികച്ച ഒരു അവസരമാണ്. BTech കംപ്ലീറ്റ് ചെയ്തവർക്ക് 2022 മുതൽ മുന്നോട്ടൊക്കെയുള്ള ഏത് കാലയളവിൽ BTech കംപ്ലീറ്റ് ചെയ്തവർക്കും
മികച്ച ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇത് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യുവാനായി ശ്രമിക്കുക. എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ നിങ്ങളുടെ സഹപാഠികൾക്കോ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഏതെങ്കിലും തരത്തിൽ അസോസിയേറ്റ് ചെയ്യുന്നവർക്കോ ഇതൊരു ഉപകാരപ്പെട്ടേക്കാം. അവർ ബിടെക് കഴിഞ്ഞവരാണല്ലോ, 2022 ശേഷമാണല്ലോ എന്നൊക്കെ ഒരു തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അവർക്ക് ദയവായി ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഒക്കെ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് കൂടി ശ്രമിക്കുക. വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.